തിരിച്ചിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ ഡിമ്മർ സ്റ്റാറ്റ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ക്ലോക്ക് വൈസ് തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? വോൾട്ടേജ് കൂടും. ഇതാണ് വോൾട്ടേജ് നോക്കുക. തിരിച്ചിട്ട് നമ്മൾ 80 വോൾട്ടേജ് വയ്ക്കുക. ഞാൻ 80 വെച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ എത്രയാണ് കാണുന്നത് നോട്ട് ചെയ്താൽ മതി. കാര്യം പവർ കണ്ടുപിടിക്കണം. ബിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംബിയർ ഉണ്ടല്ലോ, ബി കൈ നോട്ട് ചെയ്യണം. ആണ് ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഹീറ്റ് ഇൻപുട്ട് കൊടുത്ത് നമ്മൾ ഈ സ്പെസിഫിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഹീറ്റർ ഉണ്ടാവും. ആ ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഈ ബ്രാസിലുള്ള സ്പെസിഫിൻ എന്ത് ചെയ്യും? ഹീറ്റാക്കും. അതാണ് നടക്കുന്നത്. അപ്പോൾ അത് ഹീറ്റാക്കാൻ വേണ്ടിയുള്ള ഹീറ്റ് ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഡിമ്മർ സ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വോൾട്ടേജ് കൊടുക്കുന്നത്. വോൾട്ടേജ് 80 വെച്ച് നമ്മൾ 80 കൊണ്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൂടുകയോ കുറയുകയോ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ 90 വയ്ക്കാം, 70 വയ്ക്കാം, ഒക്കെ ചെയ്യാം. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് 80 കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവർ ഇവിടെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതായത് ആംബിയർ ആയി അവിടെ കാണുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യേണ്ടി വരും. ഒരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ നേരത്തെ ഓൺ ചെയ്തിട്ടത് കേട്ടോ. അപ്പോൾ ഓൺ ചെയ്യാൻ എങ്ങനെ പറയാൻ വേണ്ടി ഓൺ ചെയ്ത് ഇപ്പോൾ വന്നപ്പോൾ നിങ്ങൾ വന്നത് ഓൺ ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് പറയുന്നത് എങ്ങനെ ഓൺ ചെയ്യണം. നമുക്കല്ലേ ആദ്യം എന്ത് ചെയ്യാം? മെയിൻ സ്വിച്ച് ഓൺ ചെയ്യും. ഇതിൻ്റെ സമയം എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓഫാണ് വിചാരിക്കുക. ഈ പ്ലഗ് കൊടുത്തു, അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. എന്നിട്ട് ഈ സ്വിച്ച് എന്ത് ചെയ്യുക? പാനൽ സ്വിച്ച് ഈ സ്വിച്ച് ഓൺ ചെയ്യും. മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ പാനലിലുള്ള ഈ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോഴാണിത് ഡിസ്പ്ലേ വരുന്നത്. മനസ്സിലായല്ലോ? ആദ്യം ചെയ്യേണ്ടത് പ്ലഗിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക, ഈ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുക, ഈ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഡിസ്പ്ലേ വരും. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ വോൾട്ടേജ് സെറ്റ് ചെയ്യേണ്ടത്. എങ്കിലും അവിടെ കാണാൻ പറ്റുള്ളൂ വോൾട്ടേജ് കൂടുന്നതൊക്കെ. മനസ്സിലായോ? അതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഈ പ്രൊസീജിയർ തന്നെയാണ് എല്ലായിടത്തും. എന്ത് ചെയ്യുക? മനസ്സിലായോ? ഇൻപുട്ടോടെ പവർ സപ്ലൈ ഓൺ ചെയ്യുക, ഡിസ്പ്ലേ സ്വിച്ച് ഓൺ ചെയ്യുക. എന്നാൽ ഡിമ്മർ സ്റ്റാറ്റ് ഹീറ്റ് റെഗുലേറ്റ് വോൾട്ടേജ് റെഗുലേറ്റ് ഡിമ്മർ സ്റ്റാറ്റ് ടേൺ ചെയ്തിട്ട് വോൾട്ടേജ് നിങ്ങളെ ഡിസയർ ആയിട്ടുള്ള വോൾട്ടേജ് വയ്ക്കുക. നിങ്ങളിവിടെ 80 ആണ് പറഞ്ഞിട്ട് 80 വെച്ചു. 80 വേണമെങ്കിൽ 80 വേണം. അത് ഓർമ്മയില്ല, 80 കാണുന്നത് എടുക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ എന്ത് ചെയ്യും? കറണ്ട്. ഇത് രണ്ട് നോട്ട് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുക. ഇനി ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ 10 മിനിറ്റ് 10 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യണം? റീഡിങ്. തെർമോകപ്പിൾ ഉണ്ടല്ലോ, 1 മുതൽ 8 വരെ കാണുന്നുണ്ട്. ആണല്ലോ. ആ T1 ടെമ്പറേച്ചർ കാണിക്കണം. T2 പിന്നെ ഈ നെഗറ്റീവ് ഒക്കെ കാണിക്കണമെങ്കിൽ അതിൻ്റെ വേറെ ഒന്നുമില്ല. സിസ്റ്റം ടച്ച് ചെയ്ത് ശരിയായിക്കോളും കേട്ടോ. നോക്കണ്ടേ? ഒന്ന് തൊട്ടാൽ മതി, ശരിയായിക്കോളും. 1 2 3 4 5 6 7 8 8 നോബുണ്ട്. മനസ്സിലായോ? ഈ 8 നോബ് എന്ന് പറഞ്ഞാൽ 8 പോയിന്റ് ഉണ്ട്. ഈ ഹീറ്റിംഗ് ഇതിലുണ്ടല്ലോ, ഈ സ്പെസിമെനിലുള്ള ഈ വെർട്ടിക്കലായിട്ടുള്ളൊരു സ്പെസിമെനാണ്. അതിലുള്ള ഓരോ പോയിന്റിലെയും ടെമ്പറേച്ചർ അറിയാൻ പറ്റും. T1 എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ ഏറ്റവും ബോട്ടം കാണുന്ന ആ തെർമോകപ്പിൾ, അതാണ് T1. ഈ മഞ്ഞ ഇതാണ് തെർമോകപ്പിൾസ് ആണല്ലോ. അപ്പോൾ ടെമ്പറേച്ചർ സെൻസറാണ്, അതറിയാമല്ലോ. അപ്പോൾ 1 2 3 4 5 6 7. അപ്പോൾ 7 തെർമോകപ്പിൾ എവിടെ ഉണ്ട്? ആ സ്പെസിമെനിലുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ ആവറേജ് ഒക്കെ എടുക്കുന്നത് അത് എനിക്ക് പിന്നീട് പറയാം. പിന്നെ 8ാമത്തെ ഇത് 8 ഇല്ലേ? 8 ആംബിയൻ്റ്. ആംബിയൻ്റ് ഇതിനകത്തുള്ള ആംബിയൻ ടെമ്പറേച്ചർ ഏതാണ്? സെൻറ്ററിലുണ്ടല്ലോ 4ാമത്തെ കണ്ടോ? 4ാമത്തെ ഇപ്പുറത്തായിട്ട് ഒരു എയറിലേക്ക് നിൽക്കുന്നുണ്ടോ ഒരെണ്ണം? അതാണ് 8ാമത്തേത്. മനസ്സിലായോ? ഇങ്ങനെ 8 പോയിന്റുള്ള അത് സ്പെസിമെനിലെ 7 ടെമ്പറേച്ചറും ആ ആംബിയൻറ്റ് അതായത് ഈ സറൗണ്ടിങ്സിലുള്ള ഒരു ടെമ്പറേച്ചർ, അങ്ങനെ 8 ടെമ്പറേച്ചറാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓൺ ചെയ്യുന്ന കാര്യം മനസ്സിലായല്ലോ? അത് ചെയ്ത് അറിഞ്ഞിരിക്കുക. ബാക്കിയെല്ലാം കാൽക്കുലേഷൻ സൈഡാണ്. അത് എനിക്ക് പറയാത്ര പറ്റില്ല കേട്ടോ. ചെയ്യേണ്ട രീതി മാത്രമേ പറയാം. ഇത്രയും ചെയ്തു. എന്നിട്ട് ഓരോ 10 മിനിറ്റ് ഇടവിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ 10 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ T1 മുതൽ T8 വരെ നോട്ട് ചെയ്യും. എന്തിനാണ് ഓരോ 10 മിനിറ്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഓൺ ചെയ്ത ഉടനെ 10 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റാർട്ട് റീഡിങ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് റീഡിങ് എടുത്താലും മതി. നമുക്ക് എന്താണ് ആവശ്യം? ഈ പോയിന്റ് എല്ലാം സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് ഇടവിട്ട് എടുക്കാൻ പറയുന്നത്. എന്തുണ്ടാ? ഇപ്പോൾ നമ്മൾ എടുക്കുന്ന റീഡിങ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ എടുത്ത റീഡിംഗ് ആണ് 10 മിനിറ്റ് കഴിഞ്ഞാലും കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റഡി സ്റ്റേറ്റ്. എന്ത് റീഡിങ് പ്ലസ് n+1 ഈസ് ഈക്വൽ ടു സെയിം. n+1. അതാണ് ഓരോ 10 മിനിറ്റ് ഇടവിട്ട് റീഡിംഗ് എടുക്കാൻ പറയുന്നത്. നമ്മളിപ്പോൾ കുറേ റീഡിംഗ് എടുക്കും. റീഡിംഗ് എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? റീഡിംഗ് ഇതിന് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. കൂടിക്കൊണ്ടിരുന്നിട്ട്
കുറേ കഴിയുമ്പോഴേക്കും ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും എടുക്കുന്നില്ല. അതാണ് 10 മിനിറ്റ് എടുക്കാൻ വേണ്ടത്. അവിടെ എടുത്തു. അടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കി എടുക്കുമ്പോഴും തൊട്ട് മുൻപ് കാണുന്ന റീഡിങ് തന്നെ കാണിക്കുക. അല്ലാതെ T1 മുതൽ T8 വരെ എല്ലാം ഈക്വൽ എന്നല്ല എൻ്റെ അർത്ഥം. ഈ എല്ലാ പോയിന്റ് ടെമ്പറേച്ചറും സെയിം എന്നല്ല സ്റ്റഡി സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത്. ഓരോ പോയിന്റിലെയും T1 ഈസ് ഈക്വൽ ടു T1 എന്ത് റീഡിങ് T1 എന്ത് റീഡിങ് പ്ലസ് N+1 ഈസ് ഈക്വൽ ടു സെയിം. എല്ലാം ഒന്നാവൂല, അങ്ങനെ സെൻട്രലായിരിക്കും കൂടുതൽ. ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാ പോയിന്റും സെയിം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളൊരു മനസ്സിലായി, നിങ്ങൾ റീഡിങ് എടുത്തവരെ മനസ്സിലാവും. അതാണ് ഓരോ 10 മിനിറ്റ് എടുത്ത് റീഡിങ് എടുക്കാൻ പറഞ്ഞത്. 10 മിനിറ്റ് എടുത്ത് റീഡിങ് എടുക്കാൻ പറയുമ്പോൾ എന്താ, റീഡിങ്ങിന് 10 മിനിറ്റ് കഴിയുമ്പോൾ നേരത്തെ തൊട്ട് ഇപ്പോൾ T1 എക്സാമ്പിൾ T1 ഇപ്പം നോക്കി എത്ര കാണുന്നത് 54 ഒക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ അത് കൂടും, 54 ആവില്ല. കുറേ കഴിയുമ്പോഴേക്കും തൊട്ട് മുമ്പ് എടുത്ത റീഡിങ് തന്നെയായിരിക്കും അടുത്ത് കാണുന്നത്. അതിന് കോൺസ്റ്റൻ്റ് ആവും, സ്റ്റഡി ആവും. ആ റീഡിംഗ് ആണ് നിങ്ങൾക്ക് എന്താ ആവശ്യം, കാൽക്കുലേഷൻ ആവശ്യം. ബാക്കിയുള്ള എല്ലാം എന്താണ്, ഒബ്സർവേഷൻ ആയിട്ടാണ് ഓരോ 10 മിനിറ്റ്സ് ഇടവിട്ട് റീഡിംഗ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മളൊരു ക്രൈറ്റീരിയ, ഒരു കറക്റ്റ് ക്രൈറ്റീരിയ അല്ല. എന്തിനു വേണ്ടിയോ 10 മിനിറ്റ്സ് പറയുന്നത്, അല്ലാതെ അവിടെ ഗ്രാഫിലൊന്നും വരാനല്ല ആ ടൈം പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം 10 മിനിറ്റ് മുൻപ് എടുത്ത റീഡിംഗ് ആണോ ഇപ്പോഴും വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് മാറില്ല, ചേഞ്ച് ചെയ്തു. ആ സമയം വരെ നമ്മൾ റീഡിംഗ് എടുക്കണം, നോട്ട് ചെയ്യണം. ചേഞ്ച് ചെയ്തില്ലെങ്കിലാണ് അതാണ് സ്റ്റഡി സ്റ്റേറ്റ്. അതായത് ഇപ്പോഴും റീഡിംഗ് എടുത്ത് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞെടുത്താൽ ചേഞ്ച് ആവില്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 10 മിനിറ്റ് പറയുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും മാറുന്നില്ലെങ്കിൽ അവിടെ നിർത്താം. 10 മിനിറ്റ് ഇന്റർവെല്ലിൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾ ഓൺ ചെയ്ത് ഉടനെ 10 മിനിറ്റ് ഇടവിട്ട് എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് ആ നേരത്തെ ഓൺ ചെയ്തിടുന്നത്, കുറച്ച് നേരം ഓൺ ചെയ്തിട്ട് റീഡിംഗ് എടുക്കുക. അപ്പോൾ ഒരു സെറ്റ് എടുക്കാൻ മനസ്സിലാവും. താവളക്കോളം എടുക്കാം, സമയം കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ എടുത്തു തുടങ്ങാം. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഓൺ ചെയ്തതുകൊണ്ടാണ് 2 മണിക്കൂർ എടുക്കുള്ളൂ. അതുകൊണ്ട് നേരത്തെ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത്, സ്റ്റഡി സ്റ്റേറ്റ് ആണ് ആവശ്യം. ഇതിലായാലും ഈ ചെയ്യുന്ന എല്ലാത്തിനും സ്റ്റഡി സ്റ്റേറ്റ് റീഡിംഗ് ആണ് ആവശ്യം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഓരോ 10 മിനിറ്റ്സ്